ഇന്ത്യൻ ഫുട്ബോളിന്റെ പുതിയ ലീഗ് സ്ട്രക്ചറിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ, മനസ്സിലായിട്ടുണ്ടായിരിക്കും. ആ ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്തവനെയൊക്കെ പിടിച്ചിട്ട് അത്രയ്ക്ക് ദേഷ്യം വന്നു. എന്ത് വെറുപ്പീരായിരുന്നു അത്. എന്താ ശരിക്കും പുള്ളിയുടെ എന്താണ് ഇതൊന്നും പറയാൻ പറ്റും. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവന്മാരൊക്കെ എന്നാ ചെയ്യാൻ? ഇവന്മാരെല്ലാം കൂടി ഇന്ത്യൻ ഫുട്ബോൾ തൊലച്ചങ്ങ് കൈത്തരും. ഏതായാലും ഐ ലീഗിന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. ISL മാത്രമേ ഉള്ളൂ അധികം പണിയില്ലാത്തത്. കാരണം ISL അങ്ങനെ നിർത്തേണ്ടത് കുറച്ച് ഫിനാൻഷ്യൽ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. ഏതായാലും നശിപ്പിക്കാൻ തന്നെ ഇവന്മാർ ഇന്ത്യൻ ഫുട്ബോളിനെ തൊലച്ച് കളയും. മറ്റേ ആ അങ്ങേര് റിവ്യൂനകത്ത് പറഞ്ഞാൽ ഇവനെയൊക്കെ പിടിച്ചവൻ്റെയൊക്കെ മോന്ത പിടിച്ചങ്ങോട്ട് ഒരച്ചങ്ങോട്ട് എടുക്കണം. ഏകദേശം അതുപോലെ തന്നെയാണ് സിസ്റ്റത്തിന്റെ പോക്ക്. അപ്പം നമ്മുടെ പുതിയ ഹയറാർക്കിക്കൽ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ 16 ടീമുകൾ ഉൾപ്പെടുന്ന ഫസ്റ്റ് ടയർ ലീഗായിട്ട് ISL, പിന്നെ സെക്കൻഡ് ടയറിലാണ് കളി വരുന്നത്. സെക്കൻഡ് ടയറിൽ ഐ ലീഗിൽ നിന്നും ഐ ലീഗ് 2-ൽ നിന്നും ഐ ലീഗ് 3-ൽ നിന്നും ഉള്ള ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 16 ടീമുകൾ ഉൾപ്പെടുന്ന ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുക, ഒരു ലീഗ് സംഘടിപ്പിക്കുക. ഇവിടെ നിലവിൽ ഐ ലീഗിലും ഐ ലീഗ് 2-ലും ഐ ലീഗ് 3-ലും എല്ലാം കൂടെ ഏകദേശം 47ഓളം ടീമുകൾ വരുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ നിന്ന് ഒരു ടീമിന് കൂടി പ്രൊമോഷൻ കിട്ടി ഐ ലീഗ് 3-ലേക്ക് വരുന്നതിന്റെ സന്തോഷത്തിലേക്കാണ് നമ്മളിരുന്നത്. പക്ഷെ അതെല്ലാം കൂടി ഇവന്മാരെ തൊലച്ചൊരു വഴിയാക്കും എന്ന് ഉറപ്പാണ്. പിന്നെ തേർഡ് ടയർ എന്താണെന്ന് വെച്ചാൽ പുതിയൊരു ഫ്ലാഗ്ഷിപ്പ് സ്റ്റേറ്റ് ലീഗ് വരുന്നുണ്ട്. അതിനകത്ത് 12 സ്റ്റേറ്റ് ഫുട്ബോൾ അസോസിയേഷന് കീഴിലായിട്ട് 6 മുതൽ 10 വരെ ടീമുകൾ ഉൾപ്പെടുന്ന ഫ്രാഞ്ചൈസി ലീഗുകൾ തുടങ്ങാം. മറ്റേ അമ്മായിയമ്മയെ കെട്ടിക്കാൻ തൊലച്ച്, സത്യം പറഞ്ഞാൽ തൊലച്ചിട ഇന്ത്യൻ ഫുട്ബോളുമാരെ തൊലച്ച്. പിന്നെ ഫോർത്ത് ടയർ എന്ന് പറഞ്ഞ് നിലവിൽ ഇപ്പം നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ലീഗ് കൊണ്ടുപോകുക എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. ഏതായാലും ഐ ലീഗിന്റെയും ഐ ലീഗ് 2-ന്റെയും ഐ ലീഗ് 3-യുടെ ഒക്കെ ചീട്ട് ഇവന്മാരുടെ ഒരു പരിഷ്കാരം കൊണ്ട് തീർന്ന് തൊലഞ്ഞു കിട്ടി. ഇപ്പം ആരും ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷപ്പെടുത്താനൊന്നും പോകുന്നില്ല, നശിപ്പിക്കാനേ പോകുന്നുള്ളൂ. അതിനകത്ത് ഒരു മാറ്റമല്ല. ഇന്ത്യൻ ഫുട്ബോൾ ഇവന്മാർ തൊലച്ചു തരും. നന്നാവാൻ പോകുന്നില്ല. കൂടുതലൊന്നും പറയാനില്ല, പച്ചത്തെറിയാണ് പറയേണ്ടത്. പക്ഷേ ആ ചേട്ടൻ പറഞ്ഞ പോലെ പിടിച്ച് ഉരക്കണം എല്ലാത്തിനെയും.